ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് പവർ അക്കാദമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്മിത മാഹിൻ. ഞാനൊരു വെൽത്ത് കോച്ചാണ്. പിന്നെ ലാംഗ്വേജ് സ്കൂൾ എന്നൊരു ഓൺലൈൻ സ്ഥാപനവും IELTS ട്യൂഷനൊക്കെ ആയിട്ട് ഒരു ഓൺലൈൻ സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവിന് ഈ പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വിഷയമാണ്. സ്വയം സ്നേഹിക്കണം എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന്റെ നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെൽഫ് ലവിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നതേ ഒരു നാച്ചുറൽ കറണ്ടാണ്. അതായത് നമ്മളിൽ ഓൾറെഡി ഉള്ള ഒരു സംഭവമാണ് ഈ സെൽഫ് ലവ്. നമുക്ക് നമ്മളെ സ്വയം സ്നേഹിക്കാൻ അറിയാം. അതാണ് ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്. അതിന് തടസ്സമായിട്ട് ഒരു പുഴ, ഞാൻ പറയട്ടെ, ഒരു പുഴയ്ക്ക് ഒഴുകാൻ അറിയാമല്ലോ. പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒഴുകി ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മളാവുന്ന ബോധം, നമ്മളാവുന്ന ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശാന്തമായിട്ട്. അപ്പോ അതില് ഇടയ്ക്കിടയ്ക്ക് ഈ പുഴയില് ഇടയ്ക്കിടയ്ക്ക് ഒരു ബണ്ട് കെട്ടുകയാണ്. ബണ്ടല്ലേ അതിന് പറയാ, ഇങ്ങനെ കല്ല് അല്ലെങ്കിൽ കുറച്ച് കല്ലിട, പാറക്കല്ലുകൾ അല്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുക നോക്കുക ഉണ്ടാവുകയാണെന്ന് കരുതാം. അപ്പൊ അവിടെ വെച്ചിട്ടൊന്ന് ഒന്ന് ഒഴുക്ക് നിൽക്കില്ലേ, ഒന്ന് ഒഴുക്ക് സ്ലോ ആവും, പുഴ ഗതിമാറി ഒഴുകൂലേ. അങ്ങനെ 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 ഈ തടസ്സങ്ങളുടെ എണ്ണം കൂടുന്തോറും പുഴയുടെ ഒഴുക്ക് ഇങ്ങനെ സ്ലോ ആയി വരൂലേ. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ സെൽഫ് ലവിന്റെ കാര്യത്തിൽ നമ്മൾ സംഭവിക്കണേ. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ വളരെ പ്യുവർ ആയിരുന്നു. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ അറിയാവുന്ന, നമ്മൾ ഉറക്കെ ചിരിക്കാനും ഉറക്കെ സംസാരിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാനൊക്കെ അറിയാവുന്ന, മടിയില്ലാത്ത, പേടിയില്ലാത്ത കുറെ ആളുകളായിരുന്നു നമ്മളെല്ലാവരും. അതായത് സെൽഫ് ലവിങ് ആയിരുന്നു നമ്മൾ. പിന്നെ പിന്നീട് എപ്പോഴൊക്കെയോ ജീവിതം ഇങ്ങനെ പുരോഗമിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴൊക്കെയോ ഈ പുഴയിൽ, നമ്മളാകുന്ന ഈ പുഴയിലേക്ക് കുറെ കല്ലുകളും ബോണ്ടുകളും ആരൊക്കെയോ കൊണ്ടുവന്ന്, തടസ്സങ്ങളൊക്കെ ആരൊക്കെയോ കൊണ്ടുവന്ന് ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ആരൊക്കെയോ കൊണ്ടുവന്നിട്ട് നമ്മളത് സ്വീകരിച്ച് നമ്മളാകുന്ന ഒഴുക്കിനെ ഇങ്ങനെ ഒഴുക്കിങ്ങനെ സ്ലോ ആയി അവിടെ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് സംശയങ്ങളായി, നമുക്ക് പേടിയായി, നമുക്ക് ദേഷ്യമായി, സങ്കടമായി, നമുക്ക് എല്ലാത്തിനോടും ഒരു വെറുപ്പായി. അങ്ങനെ 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 നമ്മളാവുന്ന ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുക. അതായത് നമുക്ക് നമ്മളോട് തന്നെ സംശയമായി, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണോ, ഞാൻ ചെയ്ത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്ത് സ്വയം കുറ്റപ്പെടുത്താനൊക്കെ നമ്മൾ തുടങ്ങി. നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു നമുക്ക് സ്വയം സ്നേഹിക്കാൻ അറിയായിരുന്നു. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കാനൊക്കെ നമുക്ക് അറിയായിരുന്നു. പക്ഷെ എവിടേക്ക് വെച്ചത് ബ്ലോക്കായി പോയി. അപ്പോൾ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളുടെ ബോധതലത്തിൽ നമ്മളാകുന്ന ആ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത് എന്താണെന്ന്, എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ചിലപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ടീച്ചർ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചർ എഴുന്നേപ്പിച്ചിട്ട് ഇപ്പൊ ഉത്തരം കിട്ടാതായപ്പോ നമ്മളെ ടീച്ചർ കളിയാക്കി പറഞ്ഞു, നീയൊക്കെ എന്തിനാണ് വരണേ, വെറുതെ ഭാരമായിട്ട്, വെറുതെ കാലത്ത് തന്നെ പുസ്തകം ഇങ്ങോട്ട് ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ നന്നായിട്ട് ഒരുങ്ങി വരുന്ന പെൺപിള്ളേരെയൊക്കെ ടീച്ചേഴ്സിന് ദേഷ്യം തോന്നുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു. നന്നായിട്ട് കണ്ണൊക്കെ എഴുതി നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി വന്ന പിള്ളേർ കാലത്ത് തന്നെ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് പോകുന്നുള്ളൂ, എന്തിനു വരണാണെന്ന് ചോദിക്കും. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പറയണേ. അപ്പൊ അപ്പൊ അവർക്കൊരു എന്തിന് രംഭം മേനകയായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ എന്തൊക്കെയോ പറയും അവര്. അപ്പോ അവർക്ക് തന്നെ തോന്നുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയായില്ല. അപ്പൊ തന്നെ സ്വയം ഒരു ഗിൽട്ട് തോന്നും. അപ്പൊ ആ ഒഴുക്ക് ഇങ്ങനെ ഒന്ന് തടസ്സപ്പെട്ടു. അങ്ങനെ 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 പിന്നെ എന്താണ്, കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ അച്ഛനൊക്കെ അച്ഛനോട് അച്ഛൻ കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല, എനിക്ക് നേരമില്ല, എനിക്ക് ഇന്ന ഓഫീസിൽ ഇതിന്റെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ നമ്മളെ തെറിപ്പിച്ച് പോകണി, അവിടെയും എവിടേക്കോ ബ്ലോക്ക് വന്നു. അയ്യോ ഞാൻ കൊള്ളൂല, അതുകൊണ്ട് അച്ഛന് ഇഷ്ടമില്ലാതെ. പിന്നെ ഇങ്ങനെ വലുതായി വന്നപ്പോഴേക്കും സ്കൂളില്, കോളേജുകളില്, നമ്മുടെ ബോസിന്റെ അടുത്ത്, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ, നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് അവരിന്നൊക്കെ കിട്ടിയ റിജക്ഷൻസ് നമ്മളൊരു പാഠം ഉൾക്കൊണ്ടു. എന്താണ്,
ഞാൻ കൊള്ളില്ല. അത്രയും നാൾ നമ്മൾ നല്ലതാണ്, നല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തരുന്ന ആ ഒരു കറണ്ട് ഉണ്ടല്ലോ, ആ കോൺഷ്യസ്നസ്, ആ വൈബ്രേഷൻ ഇങ്ങനെ താന്ന് 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 വന്ന് ലാസ്റ്റ് ഞാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും പോ, എൻ്റെ അടുത്ത് എനിക്ക് പൈസ നിൽക്കില്ല, എൻ്റെ അടുത്ത് കയ്യിൽ പൈസ വാഴില്ല, അങ്ങനെ 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 കുറേ സംശയങ്ങൾ. എനിക്ക് ദാരിദ്ര്യവും വിധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒന്നുമില്ല, അങ്ങനെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഈ കല്ലുകൾ വന്ന് ഈ പുഴയിൽ വന്ന് വീണു. ലാസ്റ്റ് നമ്മൾ സ്വയം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ പറ്റി ആലോചിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് നമ്മൾ മാത്രം ശരിയായില്ല, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫോട്ടോ ആണ് നോക്കണല്ലോ ഒരു ഗ്രൂപ്പിൽ വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അങ്ങനെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള റബ്ബ്, നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് തന്നെയാണ്, അതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മൾ സ്വയം സ്നേഹിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിച്ച ദൈവത്തെയാണ് സ്നേഹിക്കണേ. നമ്മുടെ ദൈവത്തിന് ഉദാത്തമായ സൃഷ്ടിയാണല്ലേ നമ്മൾ. ആ നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നർത്ഥം നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് സ്നേഹിച്ചു തുടങ്ങാനായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത്ര ഇൻട്രഡക്ഷൻ ആയിരുന്നു കേട്ടോ. ഇച്ചിരി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഒട്ടും ഇല്ലായിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെ കുറേ പഴയ കഥകളൊക്കെ പറയുന്നത് കുറേ ഉണ്ട്. ഞാൻ ഒട്ടും, എന്നെ അറിയാവുന്നവർക്കറിയാം, ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ അങ്ങേയറ്റമായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയം, ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നത്. ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റി. അതുവരെ എനിക്ക് എല്ലാവരോടും ദേഷ്യവും വെറുപ്പും കലി കോപമൊക്കെ ആയിരുന്നു. ഒക്കെ ഒന്ന് തന്നെയാണെങ്കിലും ഭയങ്കര അപ്പോൾ സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ആദ്യ സ്റ്റെപ്പ്. അപ്പൊ അതിന് പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയണേ. ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ അതായത് ഞാൻ പറയും, ഈ ഒഴുക്കില് കുറെ അഴുക്കുള്ള അഴുക്കുള്ള മുഖത്ത് ഇച്ചിരി പൗഡർ ഇട്ടതുകൊണ്ട് കാര്യമില്ല. അത് അഴുക്കൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മേക്കപ്പ് ഇടുമ്പോൾ ഭംഗിയാവുള്ളൂ. അതുപോലെ അഴുക്ക് കളയണം. ഫസ്റ്റത്തെ എനിക്ക് പറയാനുള്ളത്, സെൽഫ് ലവ് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വിഷമങ്ങളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. നിങ്ങളാകുന്ന ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയ കല്ലുകൾ ഉണ്ടല്ലോ, എവിടേക്കോ തടസ്സപ്പെടുത്തിയ കല്ലുകൾ ഉണ്ടല്ലോ, ആ കല്ലുകളെ എടുത്ത് മാറ്റി നിങ്ങളുടെ ഒഴുക്കിനെ സുഗമമാക്കുക. നിങ്ങൾ ഹീൽ ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങള്, നിങ്ങളുടെ സങ്കടങ്ങള് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സെൽഫ് ലവ്, നിങ്ങൾ സ്വയം സ്നേഹിക്കണേ ആദ്യം ചെയ്യേണ്ടത് അതാണ്. രണ്ടാമത്, അപ്പൊ ഹീൽ ചെയ്യാനായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാം. ഈ മൊമെന്റ്, പ്രസന്റ് മൊമെന്റിലേക്ക്, അത് ഇച്ചിരി ഇച്ചിരി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ നിങ്ങൾക്ക് പഠിക്കാം. പ്രസന്റ് മൊമെന്റ് വളരെ സുന്ദരമാണ് സത്യത്തിൽ. നമുക്ക് ഈ പാസ്റ്റിലെ കാര്യങ്ങളും ഫ്യൂച്ചറിലെ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങൾ വരണേ. ഈ പറഞ്ഞ ഞാനും വലിയ വ്യത്യാസമൊന്നുമില്ല, പലപ്പോഴും എനിക്ക് പോകും. എന്നാലും ഞാൻ പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒരു പരിധിയൊക്കെ വിജയിക്കാറുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് നിൽക്കണം, അതൊരു കലയാണ്. അപ്പോൾ പ്രസന്റ് മൂമെന്റിലേക്ക് വരിക, മൈൻഡ്ഫുൾ ആവുക. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടി, കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി അതിനെയൊക്കെ ആസ്വദിക്കുക. പ്രസന്റ് മൂമെന്റ് ഇപ്പൊ ചെയ്യുന്ന വീഡിയോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യുവാണ്. പ്രസന്റ് മൂമെന്റിൽ മാത്രം ക്രിയേഷൻ നടക്കുള്ളൂ കേട്ടോ. അത് ഉറപ്പാണ്. നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ആകുലപ്പെട്ടാലും പാസ്റ്റിനെ പറ്റിയൊക്കെ ക്രിയേഷൻ നടക്കില്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രസന്റ് മൂമെന്റിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. ഫ്യൂച്ചറിനെ പ്രസന്റ് മൂമെന്റിലേക്ക് കൊണ്ടുവന്ന ആ എക്സൈറ്റ്മെന്റിൽ ജീവിക്കാൻ പറ്റി, അതും നല്ലത് തന്നെയാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, ഹീലിംഗ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് സെൽഫ് ലവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മീ ടൈം എന്നൊക്കെ പറയില്ലേ, അത് അത് പറ്റുമെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ ആദ്യത്തെ 1 മണിക്കൂറാണെങ്കിൽ വളരെ നല്ലതാണ്. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചെയ്താലും നല്ലതാണ്. അപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കിടക്കാം, അല്ലെങ്കിൽ രാവിലെ ചെയ്യാം. ഇത് രണ്ട് നല്ല ബെസ്റ്റ് ടൈം. ഫസ്റ്റത്തെ 1 മണിക്കൂർ നമുക്ക് സൈലൻസിനെ പ്രാപിക്കാം. നമുക്ക് സൈലന്റ് ആയിട്ട് നമുക്ക് ഉള്ളിൽ കുറേ വർക്കുകൾ ഉള്ളിൽ ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് സൈലൻസ്, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നമുക്ക് നമ്മുടെ അഫർമേഷൻ, നമ്മുടെ സേവേഴ്സ് എന്തൊക്കെയാണ്? സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിങ്, സ്ക്രിപ്റ്റിംഗ്, SAVERS, സേവേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ്. സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, റീഡിങ്, സ്ക്രിപ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അത് സേവേഴ്സിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ, ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ ചെലവാക്കുക എന്നുള്ളതാണ്. ഇത് വെറുതെ ആവില്ല കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് തുടങ്ങി നാളെ റിസൾട്ട് ഒന്നും കിട്ടണമെന്നില്ല. നിങ്ങളിത് ഒരു വർഷം നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും, നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ ചേഞ്ചസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പേഴ്സണൽ ഡെവലപ്മെന്റ് സത്യമാണ്, അത് സംഭവിച്ചിരിക്കും, ലൈഫ് മാറും. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, വിഷ്വലൈസേഷനൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക, മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഇരിക്കുക, അഫർമേഷനും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആദ്യത്തെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക.
പിന്നെ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാല് നമ്മള് സെൽഫ് ലവ് നമുക്ക് ഇഷ്ടമുള്ള മേഖലയില് നമുക്ക് ഇഷ്ടമുള്ള മേഖലയില് നമുക്ക് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കാം. നമ്മുടെ ഹോബി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ആയിരിക്കാം. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പാട്ട് പാടുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ചെലവാക്കണ പൈസയ്ക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആവാനും നല്ല നല്ല കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ സ്വയം ഞാൻ കൊള്ളാം എന്ന് തോന്നാനൊക്കെ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ കുറച്ച് സമയം ചെലവഴിക്കുക. ആ ഇഷ്ടം ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൂടെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. വെറുതെ ഒരു ഇഷ്ടം മാത്രമല്ല, ആ ഇഷ്ടം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് അത് സെർവ് ചെയ്തിട്ട് അതിൽ നിന്നൊരു നമുക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലത്. നമുക്കൊരു ഇൻകം കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തോന്നിയതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണേ. അപ്പോ നമ്മള് പിന്നെ ഈ സെൽഫ് ഹെയ്റ്റ്, നമ്മൾ സ്വയം സ്നേഹിക്കുന്നത് ഒരു സെൽഫ് ലവ് മെക്കാനിസം തന്നെയാണ് കേട്ടോ. അതായത് നമ്മളൊരു ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കിയൊക്കെ വെക്കില്ലേ, അത് ശരിക്കും സെൽഫ് പട്ടി കടന്നു കേൾക്കണ്ട കേൾക്കണ്ടോ നിങ്ങള്? അപ്പൊ അതൊക്കെ സെൽഫ് ലവ് മെക്കാനിസം തന്നെയാണ് കേട്ടോ. ഇഷ്ടമുള്ള കാര്യങ്ങൾ നീക്കി വെക്കാന്ന് വെച്ചാല് അത് കാരണം വെച്ചാല് നമ്മുടെ മനസ്സിൽ പറയും, ഓ ഇത് ശരിയല്ല, ഇതിപ്പോ ചെയ്യണ്ടടേ, ഇത് ചെയ്താൽ നിനക്ക് എന്തോ ആപത്ത് വരാനുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് നീക്കും. അപ്പൊ അതും ഒരു സെൽഫ് ലവ് മെക്കാനിസം തന്നെയാണ് കേട്ടോ. സെൽഫ് ഹേറ്റ്, പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നത് സെൽഫ് ലവ് മെക്കാനിസം തന്നെയാണ്. പിന്നെ ഞാനൊരു സെൽഫ് ലവിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഒരു ഒരാൾക്ക് ഒരു കുതിരേനെ വിൽക്കാനുണ്ട്. അങ്ങനെ ആ കുതിരേനെ വിൽക്കാൻ വേണ്ടിയിട്ട് അയാള് ആ കുതിരേനെ കൊണ്ട് ഒരു കാർ ഷോപ്പിൽ ചെല്ലുവാണ്. കാർ ഷോറൂമിൽ ചെല്ലുമ്പോൾ ആ കാറിന്റെ ഷോറൂമിലെ ആള് പറഞ്ഞു, ഇത് പറ്റില്ല, കാരണം അയാളുടെ കയ്യിലുള്ളത് നല്ല നന്നര കാറുകളാണ്. അപ്പൊ ഈ സ്ഥലത്ത് ഈ കുതിരേനെ പോകാൻ പറ്റില്ല, ഇതിനും കൊണ്ട് എന്ത് ചെയ്യാനാ, ഇതുകൊണ്ട് അയാളുടെ കുതിരയുടെ കുറെ കുറ്റങ്ങളാണ് അയാൾ പറഞ്ഞത്. കാരണം അയാളുടെ കയ്യിൽ കുതിരയേക്കാൾ പവറുള്ള കുറെ എഞ്ചിൻ പവറുള്ള കുറെ സാധനങ്ങളല്ലേ ഇരിക്കണേ, കാറ് നല്ല നല്ല വാഹനങ്ങളായിരിക്കണേ. അപ്പോൾ കുതിരയ്ക്ക് ഓഫ് കോഴ്സ് കുറവുകളുണ്ട്. അപ്പൊ ഇയാൾ കുതിരനെ കൊണ്ട് ചെന്നത് റോങ് സ്ഥലത്താണ് ചെന്നത്. അപ്പൊ അല്ല, അത് കുതിരയുടെ കുറ്റമല്ല, നമ്മൾ അത് കൊണ്ടു ചെന്ന സ്ഥലം മോശമാണ്. അങ്ങനെ തിരിച്ച് ഇയാൾ ഈ കുതിരനെ കൊണ്ട് ഈ കുതിര മറ്റേ ഹോഴ്സ് റേസ് ഒക്കെ നടത്തണ, കുതിര പന്തയൊക്കെ നടത്തണ സ്ഥലം നല്ലൊരു കുതിരയായിരുന്നു. നല്ല നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല ബോഡിയൊക്കെ ബിൽഡ് ആയിട്ടുള്ള ഒരു കുതിര. അങ്ങനെ ഈ കുതിരനെ കൊണ്ട് ഇയാള് ഈ അതിനെന്താ പറയാ, കുതിരാലയത്തിൽ ചെന്നു. അത് കുതിരനെ വിൽക്കുന്ന സ്ഥലത്ത്. അപ്പോ അവിടെ ചെന്നപ്പോ ഈ കുതിരയ്ക്ക് നല്ല മാർക്കറ്റ് വാല്യൂ കിട്ടി. അയാൾക്ക് കുതിരാലയത്തിന്റെ ഉടമസ്ഥന് കുതിരനെ നല്ല ഇഷ്ടമായി. കാരണം അയാൾക്ക് മനസ്സിലായി നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കുതിരയാണെന്ന് മനസ്സിലായി. അങ്ങനെ അയാൾ പറഞ്ഞ പൈസ കൊടുത്ത കുതിരനെ വാങ്ങിച്ചു. അതായത് നമ്മള് ആദ്യം ചെന്ന സ്ഥലത്ത് കുതിരയുടെ കുഴപ്പമായിരുന്നില്ല, ചെന്ന സ്ഥലം മാറിപ്പോയി. അതായത് നമ്മളെ ഒരാള് ജഡ്ജ് ചെയ്യണത്, നമ്മൾ ഒരാളോട് പറയാണ് നിന്നെയൊക്കെ എന്തിനു കൊള്ളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ കാഴ്ചപ്പാടാണ്, അയാളുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവം. ഇപ്പൊ അയാളുടെ ഇപ്പൊ ടീച്ചർ കുട്ടീനോട് ചോദിച്ചു എന്ന് പറഞ്ഞു നോക്കാം, നിന്നെയൊക്കെ എന്തിനു കൊള്ളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ കാഴ്ചപ്പാടാണ്. ടീച്ചറുടെ കാഴ്ചപ്പാടിൽ നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നല്ല മാർക്ക് ആ സബ്ജക്റ്റിന് നല്ല മാർക്ക് വാങ്ങിക്കണം, അവരാണ് മിടുക്കന്മാര്, അങ്ങനെ പറയാം. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ചോദിച്ചത് നിന്നെ എന്തിനു കൊള്ളാന്ന് എന്ന് വെച്ചിട്ട് ഈ കുട്ടി ഒന്നും കൊള്ളാത്ത ആളാണോ? ടീച്ചർ ചോദിച്ചത് ടീച്ചറുടെ ഒപ്പീനിയൻ മാത്രമാണ്. ടീച്ചർ പറഞ്ഞത് നിന്നെ എന്തിനു കൊള്ളാമെന്നുള്ളത് ടീച്ചറുടെ ഒപ്പീനിയൻ മാത്രമാണ്. അതായത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് ആ സാഹചര്യം കൊണ്ട് അവർ പറയുന്നതാണ്. അപ്പൊ മനസ്സിലാക്കാൻ നമ്മളെ എപ്പോഴും ആവശ്യമുള്ള സ്ഥലത്ത് വിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് എല്ലാവർക്കും നമ്മുടെ കഴിവുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ മനസ്സിലാവുന്ന സ്ഥലത്ത് നമ്മുടെ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മളെ മറ്റുള്ളവരെ അറിഞ്ഞു തുടങ്ങുന്നുള്ളതാണ്. അല്ലാതെ എല്ലായിടത്തും പോയി എല്ലാവരും ഒന്നും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. മറ്റുള്ളവരുടെ നമ്മളെ പറ്റിയുള്ള ഒപ്പീനിയൻ അവരുടെ ജീവിത കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ളൊരു ഒരു 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 എന്താ ഒപ്പീനിയൻ, അഭിപ്രായം മാത്രമാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങളല്ലാതെ ആവുന്നില്ല. ഞാൻ വേറെ കഥകൾ പറയാം. വേറെ കഥ എന്ന് വെച്ചാൽ, അതായത് ഒരു ജോലി എടുക്കുമ്പോൾ ആ ഒരു ജോലിയിലെ ഇപ്പൊ പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ ക്രിട്ടിസൈസ്, അതായത് ഒരു ജോലി ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു മരത്തിൽ
നല്ല എന്താ പറയാ, അവിടെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു വെറുതെ. ആ മാങ്ങ ആ ചേട്ടൻ പറഞ്ഞു ആ മാങ്ങ ഒന്ന് പൊട്ടിച്ചു തരുമോ, അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ ചേട്ടനോട് എനിക്ക് മരത്തിൽ കയറാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഓടിക്കേറി ആ മരത്തുമ്മ കയറി ആ മാങ്ങ പറിക്കുകയാണ്. മാങ്ങ പറിച്ച് അവിടെ നിന്നിട്ട് മാങ്ങ പറിച്ച് താഴത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ എന്തായിരിക്കും, എന്ത് നല്ല മോനാണല്ലേ, എന്ത് നല്ല, അല്ലെങ്കിൽ എന്ത് നല്ല മോളാണ് അവൾ, എന്ത് നന്നായിട്ട് സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടന് എന്നെ പറ്റി ഭയങ്കര ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷേ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അത് കാണുമ്പോൾ കണ്ടു വന്നുമ്പോൾ അവരുടെ മനസ്സിൽ ഓ ഇവളിത് എന്തിൻ്റെ പാടാണ് എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുവോ, അമ്മ സമ്മതിക്കുവോ? അവരുടെ ഒപ്പീനിയൻ വേറെ ഒരു കുരുത്തക്കേടാണ് കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പേടിയായിരിക്കും അവർക്ക്. എന്താണ് അവർക്ക് എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളൊരു പേടിയാണ് ഉണ്ടാവുക. അത് തന്നെ കണ്ടിട്ട് പുറത്തു കൂടെ പോണ ഒരാൾക്ക് ചിലപ്പോൾ പറയാം ഈ പിള്ളേരൊക്കെ ഭയങ്കര ഈ പിള്ളേർ ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് ഒപ്പീനിയൻ ആയിരിക്കും, താഴ്ത്തി നിൽക്കാൻ പറ്റാത്ത പിള്ളേരാണ് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പല ആളുകളും പല അഭിപ്രായം പറയും. അതെങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അഭിപ്രായമാണ്. ആ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് അയാൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുമ്പോൾ അത് നല്ല അഭിപ്രായമാണ് പറയാ. എൻ്റെ അമ്മയ്ക്ക് അത് കാണുമ്പോൾ പേടിയായതുകൊണ്ട് വേറൊരു അഭിപ്രായം പറയാം. അത് വേറൊരാൾ വഴി കൂടെ പോണ ആൾ കാണുമ്പോൾ അയാളുടെ ഒരു അയാൾ വെറുതെ ഒരു വഴിപോക്കം മാത്രമാണല്ലേ, അപ്പൊ അതനുസരിച്ച് അയാൾ വേറൊരു അഭിപ്രായം. ഓരോരുത്തരുടെ അഭിപ്രായം പറയണ അവരുടെ അന്നേരത്തെ മനസ്ഥിതി അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കാര്യം പോലെ പറഞ്ഞിട്ടത് മാറുക. അല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ കരുതുക ഇങ്ങനെ കുറെ സംഭവങ്ങളിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ വാല്യൂ മാർക്ക് ഇട്ട് വെച്ചേക്കുന്നത്. നമുക്കൊരു വില നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വില എന്താണ്, ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന വിലയാണ്. ആ വിലയൊക്കെ നിങ്ങളുടെ തോന്നലും ചിലപ്പോൾ കാഴ്ചപ്പാടുകളൊക്കെയാണ്. അതൊക്കെ മാറ്റാൻ നമുക്ക് പറ്റും. നമുക്ക് എത്രത്തോളം ജീവിതത്തിൽ എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യലുള്ള കുറെ ആളുകളാണ് നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ആദ്യം ജീവിതത്തിൽ ഉയരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സെൽഫ് ലവ് തന്നെ വേണം. നമ്മളെ സ്വയം സ്നേഹിക്കണം. കണ്ണാടിയിൽ നോക്കിയിട്ട് വെറുതെ അഫർമേഷൻ പറയുന്നത് മാത്രമല്ല കേട്ടോ സെൽഫ് ലവ്. കണ്ണാടിയിൽ നോക്കിയിട്ട് അഫർമേഷൻ പറയണം, ഓഫ് കോഴ്സ് വർക്ക് ചെയ്യൂട്ടോ, അത് ഭയങ്കര പവർഫുൾ ആണ്. കണ്ണിൽ നോക്കിയിട്ട് അഫർമേഷൻ പറയണത്, അതായത് ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ കണ്ണിൽ നോക്കിയാണ് പലരും നമ്മളെ ചീത്ത പറഞ്ഞിട്ടുള്ളത്. നമ്മള് പാരന്റ്സ് നമ്മളെ വഴക്ക് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ നോക്കിയിട്ടാണ് ചീത്ത പറയുന്നത്. അല്ലെങ്കിൽ എല്ലാരും കുറ്റപ്പെടുത്തുന്നതൊക്കെ കണ്ണിൽ നോക്കിയിട്ടാണ്. അപ്പൊ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ കണ്ണാടിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് സങ്കടവും ദേഷ്യവും ഒക്കെയാണ് വരുന്നത്. നമുക്ക് തോന്നൂലൊന്നും. പിന്നെ നമുക്ക് കണ്ണിൽ നോക്കി നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരും. പക്ഷെ ഇത് മാത്രമല്ല, ഇത് കൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ വാങ്ങി ധരിക്കാനും അതിനൊക്കെ സമയം കണ്ടെത്തണം. കാരണം നമ്മൾ നന്നായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ളവർ അവരെയും കൂടെ നമുക്ക് സന്തോഷമാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിലും സെൽഫ് ലവ്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്കിപ്പോ ഒരു 50,000 രൂപ, അല്ലെങ്കിൽ എനിക്ക് ഒരാൾ കുറച്ച് പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞാൽ അത് അതിന് വർത്തിയാണെന്ന് എനിക്കും കൂടെ തോന്നണ്ടേ. എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാൽ അത് വർത്തിയാണെന്ന് എനിക്കും കൂടെ തോന്നിയാൽ മാത്രമാണ് എനിക്ക് അത് പൂർണ്ണ മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെൽഫ് വർത്ത്, നമ്മൾ വർത്തിയാണ്, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ളൊരു ഫീല് വരണമെങ്കിൽ നമുക്ക് നമ്മളെ സ്വയം സ്നേഹിക്കണം. സെൽഫ് ലവിനുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. അതില് ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മള് എന്താ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുള്ളൂ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തട്ടിയത് ഉണ്ടെങ്കിൽ സ്വീകരിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങളോട് നിങ്ങൾ തന്നെ കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക. ഒരിക്കലും നിങ്ങൾ ഒരു കാര്യത്തിനും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെങ്കിലും നിങ്ങൾ സ്വയം ഗിൽറ്റി ഫീലിംഗ് തോന്നാതെ അത് തിരുത്താൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഗിൽറ്റ് ഫീലിംഗ് തോന്നരുത്. തെറ്റ് ചെയ്യാനല്ല പറയണേ, ചെയ്തത് തെറ്റാണ് മനസ്സിലാക്കിയാൽ തിരുത്തുക. പക്ഷെ ഗിൽറ്റ് ഫീലിംഗ് സ്വയം തോന്നരുത്. അപ്പോൾ ഇങ്ങനെ ഓക്കെ, സ്വയം സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ വർക്ക് ചെയ്യും.
അപ്പോൾ ബൈ ദ വേ നമുക്ക് നാളെ സാറ്റർഡേ ആണ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടുള്ള ഫ്രീ വെബിനാർ. നമുക്ക് നാളെ സാറ്റർഡേ വൈകുന്നേരം 7:30 ഉണ്ട്. എല്ലാ സാറ്റർഡേയും നടത്തുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ വെബിനാറിന് ലിങ്ക് അല്ല, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക. മൈൻഡ് പവർ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒപ്പം കൂടെ ചേരുക. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും സ്വയം സ്നേഹിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഹീൽ ചെയ്യുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ മാറണമെങ്കിൽ ഒക്കെ സ്വയം സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു, ബ്ലെസ് യു.